KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ ഇന്ന് മടങ്ങിയെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് എം ഹസനു പകരം ചുമതല നൽകിയത്. മടങ്ങിവരവ് അനിശ്ചിതത്വത്തിലാകുമെന്ന് കണ്ടതോടെ സുധാകരൻ ഹൈക്കമാൻഡിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയത്. ചുമതല ഏറ്റെടുക്കും മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുമായി തിരുവനന്തപുരത്ത് കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, കെ സുധാകരൻ ഇതിനകം തന്നെ എ കെ ആന്റണിയുടെ വസതിയിലെത്തിയിരിക്കുന്നു. എ കെ ആന്റണിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കാണേണ്ടത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. നമുക്കറിയാവുന്നതുപോലെ കെ സുധാകരൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോയതാണ്. പിന്നീട് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം സ്ഥാനം തിരികെ എടുക്കാൻ തിരുവനന്തപുരത്തെത്തി. പക്ഷേ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം മാത്രമേ സാധ്യമാകൂ എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം പ്രകോപിതനായി. ഇപ്പോൾ അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി AICC തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ സംഭവവികാസങ്ങൾ? നികേഷ്, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കെ സുധാകരൻ. അദ്ദേഹം ഇപ്പോൾ ജഗതിയിൽ എ കെ ആന്റണിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനം തിരികെ ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മുതിർന്ന നേതാവ് എ കെ ആന്റണിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനുശേഷം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് പോവുകയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. വേറെ വലിയ ചടങ്ങുകളോ പരിപാടികളോ ഒന്നും ആയി നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ഏറെ പ്രധാനം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ പശ്ചാത്തലത്തിലാണ് താൽക്കാലിക ചുമതല KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല M ഹസനെ ഏൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിയുമ്പോൾ ആ ചുമതല സുധാകരന് കൈമാറുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സുധാകരന്റെ മടങ്ങിവരവ് തടയുന്നതിന് ചില ആളുകളെങ്കിലും പാർട്ടിയിലുള്ളവർ തന്നെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് സുധാകരൻ തന്നെ മണത്തറിഞ്ഞു. നേരത്തെ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നൊരു ആവശ്യം സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം ആ നിർദ്ദേശം പരിഗണിക്കുന്നുണ്ടോ എന്നൊരു സംശയം, ആ തീരുമാനത്തോടൊപ്പം ആ ആവശ്യത്തോടൊപ്പം കേന്ദ്ര നേതൃത്വം നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം കെ സുധാകരനും തോന്നി. അതോടുകൂടിയാണ് അദ്ദേഹം സമ്മർദ്ദം ശക്തമാക്കിയത്. അധ്യക്ഷ സ്ഥാനം മടക്കി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം നടപടികൾ പൂർത്തിയാക്കാമെന്നുള്ളായിരുന്നു ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ സുധാകരനെ അറിയിച്ചിരുന്നത്. എന്നാൽ അതിലൊരു പന്തികേട് മണത്താണ് അദ്ദേഹം ശക്തമായിട്ടുള്ള സമ്മർദ്ദം കേന്ദ്ര നേതൃത്വം ശ്രമിച്ച് ആ സമ്മർദ്ദം ഫലം കണ്ടിരിക്കുകയാണ്. ഇന്ന് ചുമതലയേൽക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം മടങ്ങിയെത്തും. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം പലപ്പോഴായി KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് കെ സുധാകരൻ നടത്തിയ പല പ്രസ്താവനകളും വിമർശനങ്ങളും ഒക്കെ തന്നെ പാർട്ടിയെ പലപ്പോഴായി വെട്ടിലാക്കിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ നേതാക്കളിൽ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുമുണ്ട്. ആ തക്കം നോക്കി സുധാകരനെ മാറ്റുക എന്നുള്ളതായിരുന്നു പലരും ആലോചിച്ചിരുന്നത്. എന്നാൽ ആ നീക്കം ഏതായാലും ഫലം കണ്ടിട്ടില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും അല്പസമയത്തിനകം ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ആ അനിശ്ചിതത്വം നീങ്ങുകയും ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തും. അദ്ദേഹം എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ആ കൂടിക്കാഴ്ച പൂർത്തിയാക്കി ഇന്ദിരാഭവനിലേക്ക് മടങ്ങുകയും ചുമതല ഏറ്റെടുക്കുകയും. കണ്ണൂരിലെ ജയപരാജയം, അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ UDFന്റെ പെർഫോമൻസ്, ഇത് രണ്ടും പരിശോധിച്ചായിരിക്കും കെ സുധാകരന്റെ മടങ്ങിവരവ് ഉണ്ടാവുക എന്നായിരുന്നു AICC ആദ്യഘട്ടത്തിൽ സൂചന നൽകിയിരുന്നത്. പിന്നീട് സുധാകരൻ സമ്മർദ്ദം ശക്തമാക്കി. സമ്മർദ്ദം എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. പലതരത്തിലാകാം ആ സമ്മർദ്ദം. ചില ഭീഷണിപ്പെടുത്തലുകൾ പോലും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അത് നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് സുധാകരന് പെട്ടെന്ന് സ്ഥാനം തിരികെ കിട്ടിയിട്ടുള്ളത് എന്നാണ് പൊതുവായി വരുന്ന വാർത്ത. നോക്കൂ, അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇവിടെ പാർലമെൻ്ററി പാർട്ടി നേതാവിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ PCC അധ്യക്ഷൻ്റെ സ്ഥാനത്തോ ഒക്കെ തന്നെയും ഇനിയൊരു മാറ്റം ഉണ്ടാകണം എന്നൊരു അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അത് AICCയിലായിക്കോട്ടെ സംസ്ഥാന കോൺഗ്രസ്സിലായിക്കോട്ടെ, അത്തരത്തിലുള്ള അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് ആ വിഷയത്തെ കാണാൻ പോകുന്നത്? ഈ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചില സംഭാഷണങ്ങൾ നമുക്ക് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതുപോലെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലൊക്കെ അവർ തമ്മിലൊരു അതൃപ്തിയും നീരസവും പരസ്യമായി തന്നെ പുറത്തു വന്നതാണ്. അത് അവർ പരസ്യമായി പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചതായിരുന്നില്ലെങ്കിൽ പോലും അത് പരസ്യമായി നാടൊന്നാകെ അറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, സുധാകരൻ പലപ്പോഴും നടത്തിയ ചില പ്രസ്താവനകളുണ്ടായിരുന്നു, പ്രതികരണങ്ങളുണ്ടായിരുന്നു. അതും നേതൃത്വത്തെയും പാർട്ടിയും പലപ്പോഴായി വെട്ടിലാക്കി. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരു ആവശ്യമാണ് പല നേതാക്കളും മുന്നോട്ട് വെച്ചത്. അപ്പോഴൊക്കെയും കേന്ദ്ര നേതൃത്വം എടുത്തിരുന്ന നിലപാട് ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അക്കാര്യത്തിലൊരു മാറ്റമുണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ആവശ്യം വേണമെങ്കിൽ പരിഗണിക്കാം, ആലോചിക്കാം എന്നുള്ളതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ചുമതലയിലേക്ക് മാറ്റിയ ഘട്ടം നോക്കി ആ ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയായിരുന്നു. അല്ലെങ്കിൽ സുധാകരനെ തെറിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് അതിന് ചുക്കാൻ പിടിച്ച നേതാക്കൾ കുറച്ചുകൂടിയും ചൂട് പകരുകയായിരുന്നു. ഒരു പക്ഷേ കേന്ദ്ര നേതൃത്വം അതിനോടൊത്ത് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം കെ സുധാകരൻ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പാനന്തരം ഉണ്ടാകുന്ന സാഹചര്യം, അത് UDFന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, കണ്ണൂരിലെ ജയപരാജയങ്ങളായിക്കോട്ടെ, അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം
ഉണ്ടായേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ആ തീരുമാനം ഏതു വിധത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആ തീരുമാനം പ്രതികൂലമായാൽ അതിനോടുള്ള കെ സുധാകരന്റെ പ്രതികരണം അതിലേറെ പ്രധാനവും നിർണായകവുമായിരിക്കും. ഏതായാലും അതിന്റെ ചില സൂചനകൾ നിലവിൽ ഒരു പന്തികേട് നടത്തപ്പോൾ തന്നെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ ദിവസം KPCC നേതൃയോഗം തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ അന്ന് ആ യോഗത്തിന് ശേഷം ചുമതല ഏറ്റെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കെ സുധാകരൻ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പക്ഷേ വീണ്ടും കാത്തിരിക്കണമെന്നൊരു നിർദ്ദേശമാണ് KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ സുധാകരന് നൽകിയത്. അതിന് പിന്നാലെ അതിലൊരു ട്രാപ്പ് ഉണ്ടോ എന്ന് സുധാകരന് സംശയമുണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നിലപാട് കടുപ്പിച്ചതും കടുത്ത സമ്മർദ്ദത്തിലേക്ക് സുധാകരൻ പോയതും. ഏതായാലും ആ സമ്മർദ്ദം ഫലം കണ്ടിരിക്കുന്നു. ഇനി ഒരു പരീക്ഷണത്തിന് വിട്ടുകഴിഞ്ഞാൽ സുധാകരൻ കടുത്ത നിലപാടെടുത്താൽ പാർട്ടിയെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നൊരു സാഹചര്യം അത് നേതൃത്വം മുന്നിൽ കാണുകയും ചെയ്തു. അതുകൊണ്ടാണ് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നിലവിൽ കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി തിടുക്കപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം